ഈ കഞ്ചാവ് ബിസിനസ്സൊക്കെ നടത്തുന്നവരുടെ ശ്രദ്ധിക്കും. ഇവർ എന്നായാലും പിടിക്കപ്പെടും. പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള ചെറിയ ചെക്കന്മാരായിരിക്കും. അപ്പോൾ ഇവർ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവർ അല്ലെങ്കിൽ എന്തെങ്കിലും ജാമ്യം എടുക്കാനാണ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ആളിനെ കൊണ്ടുവരും. പക്ഷെ ഇവർ വീട്ടുകാർ അറിയുന്നില്ല ഇവർക്ക് ഈ കേസിൽ ജാമ്യം കിട്ടില്ല എന്നുള്ളത്. അത് കോടതിയിൽ വന്നതിന് ശേഷമായിരിക്കും ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ ഇവരുടെ ഈ കൊണ്ടുവരുന്ന അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ട്രോമ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു അമ്മേനെ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആ അമ്മയുടെ കരച്ചിൽ സ്വന്തം മോനെ അങ്ങനെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്, റിമാൻഡ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോഴത്തേന് ആ അമ്മ കരയുന്ന, ഞാൻ ഈ കോടതിയിൽ നിന്ന് പോവില്ല, ഞാൻ ഈ ഉമ്മറത്ത് ഉറങ്ങിക്കോളാം, ഇവിടെ ഇരുന്നോളാം, എൻ്റെ മോന് ഒന്നും കഴിച്ചിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെ വളരെ കറക്റ്റാണ്. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഈ കഞ്ചാവ് ലോബിനെയൊക്കെ വളർത്തിക്കൊണ്ടതിൽ ശരിക്ക് അഡ്വക്കേറ്റ്സിൻ്റെ ഒരു ചെറിയ പങ്കില്ലേ. ഇന്നത്തെ കാലത്ത് എന്ത് തമ്മാടിത്തരം കാട്ടണോനെയും പോലെ ജയിലിൽ എത്തുന്നതിന് മുന്നേ ഇറക്കി കൊണ്ടുവന്ന അഡ്വക്കേറ്റ്മാരുണ്ടായതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര തണ്ട്. അതായത് ഓല ജാമ്യത്തിൽ ഇറക്കാനും അതിൻ്റെ പിന്നാലെ ആരും ചെന്നില്ല എന്നുണ്ടെങ്കിൽ 1 മാസം കിടക്കണോ 2-3 കൊല്ലം കിടക്കുമ്പോൾ കുറേ പഠിക്കും. ഇത് അതല്ല, അതുപോലെ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ അതിൻ്റെ പിന്നാലെ ഇത് പയലും പിടിച്ച് കാണ്ട് ചെല്ലുന്ന ആൾക്കാർ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര തണ്ട് വരുന്നത്. എനിക്ക് പറയണ്ടാവും ചിലപ്പോൾ അത് ഞങ്ങളെ ജോലിയല്ലേ എന്നൊക്കെ, ശരിയാണ്. പക്ഷേ എന്താ വെച്ചാൽ ജോലിയിൽ തന്നെ നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കാനും മോശപ്പെട്ട് തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളും ഇതിന് ശരിക്കും നിങ്ങളും കൂടെ ഒരു ഭാഗമാണില്ലേ. പോലീസുകാർ കഷ്ടപ്പെടുന്നതിൽ പിടിച്ചു കൊണ്ടും പോലെ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ 4 ആളെ കൊന്നാലും 10 ആളെ കൊന്നാലും നമ്മളെ നാട്ടിലത്തെ നിയമത്തിനും ഇതിനും എന്തെങ്കിലും ലോ പോയിന്റും കുത്തി കയറ്റിക്കാണ്ട് പോലെ എന്നാൽ നാളെ പുറത്തേക്ക് ഇറക്കും. ആ ഒരു ധൈര്യം ഇന്നത്തെ മക്കൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നാലെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പണ്ട് ഇതുപോലെ ഒരു കേസ് പിടിച്ചപ്പോൾ ആ ചെക്കനോട് ചോദിച്ചു, ജാമ്യത്തിൽ ഇറങ്ങിയോട് ചോദിച്ചു ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ആ കോടതിൻ്റെ മുന്നിൽ നിന്നാണ്ട് പറയണേ ഇതൊക്കെ തന്നെ പരിപാടി, വക്കീലിനൊക്കെ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങളും പാടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത കേസുകളൊക്കെ ഒഴിവാക്കി 4 ദിവസം കടന്നോട്ടെ അങ്ങനത്തെ ആൾക്കാരൊക്കെ. മറ്റേ 4 ദിവസം ഓരവിടെ കിടക്കുമ്പോഴത്തേന് ഇങ്ങോട്ട് പിടിച്ചു വന്നു കഴിഞ്ഞാൽ ഓലല്ല അതിൻ്റെ അപ്പുറമുള്ളതൊക്കെ ചെയ്യും. കാരണം നിയമത്തിന് ഒരു പേടിയില്ലാത്തുമ്പോൾ ഇതിനപ്പുറം ചെയ്യും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇതിൽ ചെറിയൊരു പങ്ക് നിങ്ങൾക്കും ഇല്ല എന്നാണ് നമ്മളൊരിത്. അപ്പോൾ നിങ്ങളും ഒന്നുകൂടെ ശ്രദ്ധിക്കാം കേട്ടോ. നല്ല കേസുകൾ മാത്രമല്ല ഇത്തരത്തിലുള്ള കേസുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. അവർ കടന്നോട്ടെ കുറച്ച് നേരം, അതിനിപ്പോൾ എന്താ പ്രശ്നം.